അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ അടിച്ചുകൊണ്ട് പോകേണ്ട സ്ഥലം ഗണേഷ് ഭവൻ ജഗതിയിലാണ്. ഇവിടുന്ന് കറക്റ്റ് 2 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആണെന്നെങ്കിൽ സൂപ്പർ റൈഡ് സൊമാറ്റോ ബ്ലോഗ് നമ്പർ 124 പോയിട്ട് വരാം. ഓക്കെ, ഫ്രീ ആണല്ലോ, പോകാലോ, സമയം കൊണ്ടിരിക്കാൻ. ഫസ്റ്റ് ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇന്നത്തെ വർക്കിംഗ് ടൈം പറയുന്നത് 6 to 10 ആണ്. മണി ഇപ്പോൾ കറക്റ്റ് 6:30 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 3 മാർച്ച് 2025 അത്ര തന്നെ, വേറെ ഒന്നും ഇല്ലോ, അത്ര തന്നെ. അപ്പോൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരു ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗോയ്സ്. കമോൺ ഗൈസ്, കൊട്ടക്ക് നിൽക്കണം. നീ പറ, കൊട്ടക്ക് നിൽക്കണം പറ. വാ വാ വാ. നിനക്ക് നീ പറയണ്ടാ? നീ പറഞ്ഞോ. ശരി, വാങ്ങി വാ. ഓക്കെ, നമ്മൾ ഐശ്വര്യമായിട്ട് ഫസ്റ്റത്തെ റെസ്റ്റോറൻറ്റ് എത്താറായിട്ടുണ്ട്. ഹോട്ടൽ ഗണേഷ് ഭവൻ. വലിയ കുഴപ്പമില്ല, കാക്കയൊന്നും ദൂരമില്ല പറഞ്ഞ വഴിക്ക്. സാധാരണ ആ വഴിയിൽ അറിയാലോ, ഇത് ഇവിടെ കൊണ്ട് വണ്ടി വെക്കാൻ, ഇവിടെ തന്നെ വെക്കാൻ കുഴപ്പമില്ല. റീച്ച് ലൊക്കേഷൻ റെഡിയായാ? എപ്പോഴേ റെഡിയായി, നമ്മൾ ലേറ്റായിപ്പോയി. 9000 ഫാൻസി നമ്പർ ആയിക്കാണല്ലോ, സൂപ്പർ. റെഡിയാണേ? ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വട്ടിയൂർക്കാവാണ്. ഇവിടുന്ന് കറക്റ്റ് 6.6 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ കൊണ്ടുപോകുന്ന ഐറ്റം വാഴയ്ക്കപ്പം, മെതുവട ആൻഡ് ബ്രെഡ് ബജിയാണ്. 3 ഐറ്റം ഉണ്ട്. എല്ലാം കടികളാണല്ലോ. ചായ ഇല്ലേ? ചായ അവിടെ വീട്ടിൽ കാണുമായിരിക്കും. നമ്മൾക്ക് എന്തിനാ അതൊക്കെ ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ? നമ്മൾ ഓർഡർ എടുക്കുക, കൊടുക്കുക, അത്ര തന്നെ. അതിനപ്പുറമുള്ള സംസാരം പാടില്ല. ടി വിയിൽ ന്യൂസ് ചാനൽ വെച്ച് കഴിഞ്ഞാൽ കേൾക്കണ ന്യൂസ് കംപ്ലീറ്റ് വെട്ടും കുത്തും കൊലപാതകമൊക്കെയാണ്. ഫുൾ ക്രൈംസാണ് വരുന്നത് കൂടുതലും. അപ്പോൾ ഇതിൽ വരുന്ന മെയിൻ കുറ്റവാളികൾ കൂടുതലും 2K കിഡ്സിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം 80s കിഡ്സ് ആണ് എന്നേ പറയുള്ളൂ. കാരണം 2K കിഡ്സിൻ്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ ആൾക്കാർ 80s കിഡ്സ് ആണ്. അപ്പോൾ അവർ നല്ലപോലെ വളർത്തിയിരുന്നെങ്കിൽ ഈ പിള്ളേരിങ്ങനെ ആവില്ലായിരുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു കാര്യം പിള്ളേരൊന്ന് ചോദിക്കും മുമ്പ് തന്നെ നിങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുകയാണ്. ചില കാര്യങ്ങളൊക്കെ ഉടനെ കിട്ടാൻ പാടില്ല, കുറച്ച് കഷ്ടപ്പെട്ടാൽ കിട്ടേണ്ടത്. അതൊക്കെ പഠിച്ച് വന്നാൽ മാത്രമേ അവർക്ക് കഷ്ടപ്പെടുന്ന മനസ്സിലാവുള്ളൂ. കൊച്ചിലെ മുതലേ ഒറ്റ മോനെ ഉള്ള ഒറ്റ മോളെ ഉള്ളതെന്ന് പറഞ്ഞ് അവർക്ക് ഒരു ആഗ്രഹവും മിച്ചം വയ്ക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് എല്ലാം വാങ്ങിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ വാല്യൂബിൾ ഇല്ലാതായിപ്പോൾ, ഒരു സാധനത്തിനോട് വാല്യൂ ഇല്ലാതായിപ്പോൾ. അപ്പോൾ ഇവർക്ക് ഒരു സാധനം കിട്ടിയെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഉടനെ പെട്ടെന്ന് ഒരു ദേഷ്യം ഉണ്ടാവും, ഡിസപ്പോയിൻമെന്റ് ആയി പോകും. നമ്മളൊക്കെ കൊച്ചിൽ വളർന്ന സമയത്തൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം എക്സാമ്പിളായിട്ട് ഞാൻ പറയാം. അപ്പോൾ എനിക്ക് കൊച്ചിലെ വീഡിയോ ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ അതില്ല. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത വീട്ടിൽ പോയി കളിക്കണത് കാണാറുണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം വീഡിയോ ഗെയിം വേണമെന്നുള്ളത്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ പൈസ ഇല്ല മക്കളെ, നല്ല പൈസ 1500-2000 അടുപ്പിച്ചാന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സേവിങ്സ് തുടങ്ങി. അപ്പോൾ കൊച്ചിലേക്ക് സാധനം വാങ്ങി കടയിൽ പോകാറുണ്ട്. അപ്പോൾ കടയിൽ പോകുന്ന നേരത്തെ മിച്ചം പറഞ്ഞ പൈസ ഉണ്ടല്ലോ, സാധനം വാങ്ങിച്ചിട്ട് മിച്ചം പറഞ്ഞ പൈസ നമ്മൾ സേവ് ചെയ്യും. ചിലപ്പോൾ 2 രൂപ 1 രൂപ എല്ലാം ആയിരിക്കും. അങ്ങനെ ഒരു 6 മാസം ചേർത്ത് വെച്ചിരുന്നത്. അങ്ങനെ വെച്ചപ്പോൾ കുറച്ച് പൈസ റെഡിയായി. ബാക്കി പൈസ വീട്ടുകാരിട്ട് എല്ലാം ചേർത്ത് വെച്ച് വാങ്ങിച്ചു തന്നു വീഡിയോ ഗെയിം. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് നമ്മൾ എഫർട്ട് ഇടണമെന്നുള്ള കാര്യങ്ങൾ. ഇതാണ് ബേസിക്കായ ഒരു കാര്യം. ഇത് നമ്മൾ പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്ക് ആ ഒരു കഷ്ടപ്പാട് മനസ്സിലാവും. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്, നമ്മളെ പിള്ളേരൊക്കെ കുറച്ചൊക്കെ വഴക്ക് പറഞ്ഞ് അടിച്ചൊക്കെ വളർത്താം, ഒരു തെറ്റുമില്ല. നമ്മളെ കൊച്ചിലേക്ക് നമ്മൾ ഒരുപാട് അടി കൊണ്ടിട്ടുണ്ട്. അത്രയും അടിക്കാൻ പറയണില്ല, അത്രയും വഴക്ക് പറയാനും പറയണില്ല. കുറച്ചൊക്കെ ഒരുവിധം വേറൊന്നുമില്ല. ആ പയ്യ വന്നിട്ട് ഒരു തെറ്റിയ നേരത്തെ ആലോചിക്കും, ഈ കാര്യം എൻ്റെ അച്ഛൻ അറിഞ്ഞ് കഴിഞ്ഞാൽ എന്നെ റെഡിയാക്കി കളയും, എന്നെ കൊന്നു കളയും. ആ ഒരു പേടി ഇന്നത്തെ കാലത്ത് ഒട്ടും തന്നെ ഇല്ല. അതുകൊണ്ട് നമ്മളെ പിള്ളേരെ നമ്മൾ തെറ്റ് കാണുമ്പോൾ അപ്പോഴപ്പോഴും ശാസ്ത്രി കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ തെറ്റിൽ പോവാതെ രക്ഷപ്പെടും. ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വലുതായിട്ട് തെറ്റ് ചെയ്യും. നമ്മളെ പിള്ളേർ വളർന്ന് വന്ന് ഒരു വിവരം വെക്കുന്ന സമയത്ത് തന്നെ ഓരോ തെറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ശാസിക്കണം. അല്ലാതെ അത് കൊച്ചല്ലേ, അതിന് വിഷമാവും, കരയെന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ആ പിള്ളേർ വളർന്ന് വലുതാകും വരെ എല്ലാ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ലാസ്റ്റ് വലിയ തെറ്റ് ചെയ്യും, അന്ന് നമ്മളെല്ലാവരും അനുഭവിക്കും. അതുകൊണ്ട് മെയിനായിട്ട് നമ്മൾ വളർത്തും പോലെ ഇരിക്കുള്ളൂ പിള്ളേരുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. അല്ലാതെ പിള്ളേരെ കുറ്റം പറഞ്ഞ് ഒരു കാര്യമില്ല. അപ്പോൾ ഇതൊന്ന് പറയണം തോന്നി എത്ര തന്നെ ഈ സമൂഹത്തിനോട്. കാരണം ഇതൊക്കെ കുറേ നമ്മൾ കാണുമ്പോൾ നമുക്ക് വിഷമമാണ്, സത്യം പറയാമല്ലോ. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് കസ്റ്റമർ സോഹ അല്ലേ? ഓക്കെ ശരി. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ഡെലിവർഡ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 67-28 പൈസയാണ്. ഇപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകാൻ ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്തമംഗലം നേരെ പോയാൽ മതി. വേറെ വിഷയങ്ങളൊന്നുമില്ല, ചോദിക്കാനൊന്നുമില്ല. വട്ടിയൂർക്കാവ് വന്നാൽ ശാസ്തമംഗലം ഹോൺ അടിച്ചോണം എപ്പോഴും. ഇപ്പോൾ പോക്കറ്റ് റോഡിൽ നിന്ന് മെയിൻ റോഡ് കയറുമ്പോൾ ഹോൺ അടിച്ചോണം. ഇല്ലെന്നുണ്ടെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് പറഞ്ഞ വണ്ടികൾ ഇടിച്ച് തെറിച്ച് പോയിക്കൊണ്ടിരിക്കും. ഇത് എല്ലാവർക്കും അറിയാം, ചില ആൾക്കാർക്ക് അറിഞ്ഞൂടാ. ഇതൊക്കെ ഒന്ന് പറഞ്ഞ് തരാണ്, പഠിച്ചോണം. അങ്ങനെ ഐശ്വര്യമായിട്ട് 2ാമത്തെ ഓർഡർ അടിച്ചുകൊണ്ട് കേക്ക് ബ്ലിസ് ശാസ്തമംഗലം അക്സെപ്റ്റ് ഓർഡർ കോഡ്. ഈ കാരണം എന്താണ് വലിയ വണ്ടി കൊണ്ട് ഇറങ്ങിയിട്ട് നമ്മളെ പോകാനും സമയങ്ങളിൽ അങ്ങനെ പതുക്കെ പോണ്. ശരി, നിങ്ങൾ പോ, ഞാൻ പെട്രോൾ അടിച്ചു തരാം. പെട്രോൾ 110 രൂപ അടിച്ചോണ്ടോ? ഓക്കെ, 110. താങ്ക് യു. ഓക്കെ, അങ്ങനെ വണ്ടിക്കുള്ള കടമ കഴിഞ്ഞിട്ടുണ്ട്. വണ്ടിക്ക് വയറ് നിറച്ച് പെട്രോൾ അടിച്ചില്ലെങ്കിലും 110 രൂപ അടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരന് മതിയാവും അല്ലടാ. ബൈസൺ, ബ്ലാക്ക് ബൈസൺ. ഞാൻ എന്ത് പറഞ്ഞാലും ഇവൻ കേൾക്കും. ഈ ബ്ലാക്ക് ബൈസൺ പാവമാണ്, എന്നെ കൊണ്ട് ചുവന്നുകൊണ്ട് എവിടേക്ക് പോകുന്ന പറയാമോ. സംഭവം ബൈക്കിന് ജീവനിലേക്ക് പോലും നമ്മൾ കൊടുക്കുന്ന സ്നേഹം ഉണ്ടല്ലോ, അതൊരു ജീവനില്ലാത്ത വസ്തുവിന് കൊടുത്താൽ പോലും ജീവൻ ഉണ്ടാവുകയാണ് അവിടെ അല്ലടാ. ഓക്കെ, വി ഹാവ് റീച്ച്ഡ് ദ ലൊക്കേഷൻ ഓഫ് കേക്ക് ബ്ലിസ് റെസ്റ്റോറൻറ്റ് അല്ല, ഇത് കേക്കിൻ്റെ ബേക്കറിയാണ്. ഇത് എന്തോന്ന് ഫോട്ടോയും മണ്ണാങ്കടി വെച്ചോണ്ടിരിക്കുന്നത്. ശരി, സെൽഫി എടുക്കാം. വാ, സബ്മിറ്റ്. റെഡിയായി. വാ, പിക്കിങ് ഐ ആം പിക്കിങ്. நிக்கனவா நிக்கனவா கேக்கு பிளஸ் இருக்குது ஆளை ஒன்றும் காணல எங்கே போச்சு. 6157 அது என்ன 57. ஓகே பையன். ஓகே
ബോംബ് സ്ക്വാഡിൽ ബോംബ് എടുക്കും പോലെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ അല്ലേ പൊട്ടാതെ. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വട്ടിയൂർക്കാവ് കുലശേഖരമാണ്. ഇവിടെ കറക്റ്റ് 4.6 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ബട്ടർ സ്കോച്ച് കേക്കാണ്. മണി ഇപ്പോൾ കറക്റ്റ് 7:15 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേറെ വിഷയങ്ങളൊന്നും ഇല്ല, നല്ല ആക്റ്റീവ് വൈബിൾ നിൽക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഫോം കുറയണം കൂടും അങ്ങനെ നിൽക്കുകയാണ്. സംഭവം പറഞ്ഞൂടാ. ഒന്നില്ലെങ്കിൽ നമ്മൾ വ്ളോഗ് സ്റ്റൈൽ മാറ്റി ചെയ്യണം, അതായത് നമ്മൾ സോൺ മാറ്റണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വ്ളോഗ് ചെയ്യണം, ട്രാവൽ വ്ളോഗ് ലോങ് ഒക്കെ പോകണം. ഇത് ഒരേ സ്ഥലത്ത് കറങ്ങി ചെയ്യുമ്പോൾ നമുക്ക് മൈൻഡിൽ എന്ത് പറഞ്ഞാലും പഴയതായിരിക്കും, എന്ത് കാണിച്ചാലും പഴയതായിരിക്കണം. എന്തെങ്കിലും ചെയ്യണം കേട്ടോ, എന്തെങ്കിലും ചെയ്ത് കുറച്ച് പൈസ റെഡിയാക്കി ലോങ് ട്രാവലൊക്കെ പോകണം. അതിനൊരു പ്ലാൻ വെക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പിള്ളേർ സപ്പോർട്ട് ചെയ്യില്ലേ? ഉറപ്പാണോ? കസ്റ്റമർ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇതായിരിക്കും ഈ റൈറ്റിലോ ലെഫ്റ്റിലോ ഒരു വീട്. അപ്പുറത്തെ വീടായിരിക്കുമോ? ഈ വീട് അപ്പുറത്തെ വീടാണ്. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. പോന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 51.40 രൂപയാണ്. ഇപ്പോൾ നേരെ എങ്ങോട്ട് പോകാൻ വന്ന വഴി തിരിച്ച് പോകാൻ നേരത്തെ പോയ പോലെ അതേ റൂട്ടല്ലേ ഇപ്പോൾ വന്നിരിക്കണം. ചില സമയത്ത് അങ്ങനെയാണ്, ഒരേ റൂട്ട് അടിച്ചുകൊണ്ടിരിക്കും. ദേഷ്യം വരും, അത് ബോറടിക്കും. നമുക്ക് റൂട്ട് മാറിക്കൊണ്ടിരിക്കണം. ഒരു പ്രാവശ്യം കരവളം പോയാൽ ഒരു പ്രാവശ്യം പേയാട് പോകണം, ഒരു പ്രാവശ്യം പേയാട് പോയാൽ ഒരു പ്രാവശ്യം കടക്കട പോകണം. അങ്ങനെ ഓരോ സമയത്ത് ഓരോ ലൊക്കേഷൻ പോയാൽ നമുക്ക് എൻജോയ്മെൻറ്റ് ആയിക്കോളും, കാണുന്ന നിങ്ങൾക്കൊരു ബോറടിക്കായിരിക്കും. അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ചെറിയ ഓർഡർ. അശോക് ബേക്ക് ആൻഡ് ബിസ്ട്രോ. ഇത് എവിടെ? വട്ടിയൂർക്കാവ്. ഇവിടെ അടുത്തിന് ഇവിടെ. ഇത് തന്നെ അശോക് റെസ്റ്റോറൻറ്റ്. ഇത് തന്നെ അശോകല്ല, അശോകാണ്. ഓക്കെ മിസ്റ്റർ അശോക് സർ, എവറിത്തിങ് ഷുഡ് ബി ഇൻ അവർ കൺട്രോൾ. അശോക്സ് ഇവിടെയാണ്, അവിടെയാണ്. 1392 ഇത് തന്നെ. ഓക്കെ, അങ്ങനെ മൂന്നാമത്തെ ഓർഡർ പിക്ഡ്. വണ്ടികളൊക്കെ എവിടെ നിന്ന് വരണമെന്ന് ഇത്ര നേരം ഒരു വണ്ടി ഇല്ലായിരുന്നു. കാറ്, ലോറി, ബസ്, മണ്ണാങ്കട്ടി എല്ലാം വരണം. പെട്ടെന്ന് പോകണ, ഓർഡർ എടുക്കാണ്ടോടാ. 1 മണിക്കൂർ ആയല്ലോ വീട്ടിൽ കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ 200 മീറ്റർ ദൂരം. നമ്മൾ അടുത്ത് തന്നെ ഇവിടെ വട്ടിയൂർക്കാവ് റൈറ്റിൽ പോയാൽ മതി. കൊണ്ടുപോകുന്ന ഐറ്റം എഗ് ഫ്രൈഡ് റൈസ് ആണ്. മണി ഇപ്പോൾ കറക്റ്റ് 7:37 ആയിട്ടുണ്ട്. ഇവൻ യാരോ വന്നത് എതുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യാം. വേറെ എന്തിനാ? എന്നാച്ച് എനക്കേ തെരിയവില്ലേ. ശ്രീദേവി അല്ലേ? ഓക്കെ, ശരിയെന്നാ. ഓക്കെ, വെൽക്കം. നല്ല ചിരിച്ച മുഖത്തോട് താങ്ക്സ് പറയണ്ട. ഇതൊക്കെയാണ് കസ്റ്റമർ. ഇവർക്ക് ഫുൾ മാർക്ക് കൊടുക്കണം. നോക്കിയപ്പം ഫുൾ റേറ്റിംഗ് കൊടുത്ത് അവരെ ഞാൻ പ്രൈം മിനിസ്റ്റർ ആക്കും. ഫുൾ ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഇതാണ് കസ്റ്റമറായി ഇങ്ങനെ ഇരിക്കണം. ക്ലിക്ക് സെൽഫി. ഞാൻ സെൽഫി ചുമ്മാ എടുക്കാൻ പറഞ്ഞ ആവശ്യമില്ല. ദേഷ്യം പറഞ്ഞു കേട്ടാ. എണ്ണ പെട്ടെന്ന് സബ്മിറ്റ് കൊടു. ഈ സൊമാറ്റോയ്ക്ക് സംശയമാണ് എപ്പോഴും ആര് വർക്ക് ചെയ്യണമെന്നുള്ളത്. ദേഷ്യം വരും. നമ്മൾ എന്താ പറയുക, നമ്മൾ ജോലിയിൽ തിരക്കുണ്ടാക്കി ഇവന്മാർ ചുമ്മാ സെൽഫി വയ്ക്കും. ഒന്ന് ബാഗ് ടീഷർട്ട്, പിന്നെ വന്നിട്ട് മുഖം കാണിക്കാൻ പറയും. ഇനി വേറെന്താ കാണിക്കാൻ പറയുന്നത് ആർക്കറിയാം. ദേഷ്യം വരവില്ലേ? അവൻ്റെ മോന്തൊക്കെ ഇട്ടോണം. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ന്യൂ അനന്തപുരി ഫാസ്റ്റ് ഫുഡ്. ആക്സെപ്റ്റ് ഓർഡർ കോഡ്. അടുത്തിനവിടെ കുറച്ച് ബാക്കിലോട്ട് പോവാം. കമോൺ ക്വിക്ക്. ഓക്കെ, ഇതാണ് ന്യൂ അനന്തപുരി ഫാസ്റ്റ് ഫുഡ്. റീച്ച്ഡ് റെസ്റ്റോറൻറ്റ്. റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ റെഡിയായ ഇല്ല, 3 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കമോൺ ക്വിക്ക്. ഇതിലെന്തോന്ന് ക്വിക്ക് വെയിറ്റ് ചെയ്യാൻ. ഓക്കെ, റെഡി വന്ന് പോയി എടുക്കാം. 9576 ആദ്യം 9576. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാങ്ങോട്ടാണ്. ഇവിടെ നിന്ന് 3.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന അതിൻ്റെ പുട്ട്, കടലക്കറി ആൻഡ് അപ്പം. മണി ഇപ്പോൾ കറക്റ്റ് 8 മണിയായിട്ടുണ്ട്. ഇപ്പോൾ ഇനി 2 മണിക്കൂർ സമയമുണ്ട്. ഈ 2 മണിക്കൂറിൽ ഒരു 6 ഓർഡർ അടിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. ഇൻസെൻറ്റീവ് അടിച്ച് പൊയ്ക്കൊണ്ടിരിക്കാം. പണം മാറിക്കൊണ്ട്. പണം എന്ന് പറയുമ്പോൾ ഒരു 5 ലക്ഷം ഒന്നുമില്ല, ഒരു 500 കിട്ടും. അത്ര തന്നെ. സത്യം പറഞ്ഞാൽ 4 മണിക്കൂർ 500 എന്നുള്ളത് നമുക്ക് വലുതാണ് സൊമാറ്റോയിൽ. കാരണം ചില സമയത്ത് ഓർഡർ അടിക്കൂല. ഒരു 150-200 കെട്ടിയേ കെട്ടി ഇത്ര തന്നെ. പിന്നെ ഓർഡർ അടിക്കണ് സന്തോഷം. വേറെ എന്ത് വേണം അല്ലേ? പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ. ഓക്കെ, ഇവിടെയാണ് മെയിൻ ഗേറ്റ്. റൈറ്റ് സൈഡിലായിട്ട് ഈ സൈഡിൽ വണ്ടി വെച്ചിട്ട് കൊച്ചു വയ്ക്കാം. വണ്ടി ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വെക്കാൻ പാടുള്ള നിയമമാണ്. വച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ വന്ന് വഴക്ക് പറയും. റീച്ച് ആർമി മെയിൻ ഗേറ്റ്. 130 രൂപ ക്യാഷാണ്. ഇത് ആരെ കാണാനില്ല. ആരാണ് കസ്റ്റമർ? ഫോൺ എടുക്കൽ വിളിച്ചിട്ട് കസ്റ്റമർ ഈസ് നോട്ട് റെസ്പോണ്ടിങ്. സൊമാറ്റോ ഫുഡ് കോളിംഗ് നോട്ട് ആൻസറിങ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഒന്ന് വിളിച്ചു നോക്കാം. കോൾ കസ്റ്റമർ. പേയ്മെൻറ്റ് ഓൺലൈൻ പേയിങ് ഹീസ്. ഫുഡ് പ്രേംനാഥ് കൊടുത്താൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കോൾ കസ്റ്റമർ. ഓക്കെ, പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്തില്ല. ഇവിടെ കൊടുത്തേക്കാൻ പറഞ്ഞ ഗേറ്റിൽ പേയ്മെൻറ്റ് ചെയ്യാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. സാറിനെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുഡ് കൊടുക്കോളും. ഇത് മിലിറ്ററി മാൻ ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കൊടുത്ത് പേയ്മെൻറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഇവിടെ പേയ്മെൻറ്റ് പെയ്ഡ് ആയിട്ടില്ല. വെയിറ്റ് ചെയ്യാം. സംഭവം ഓക്കെ, പെയ്ഡായി, കുഴപ്പമില്ല. ഓർഡർ ഡെലിവേർഡ്. ഇതിങ്ങനെയാണ് മിലിറ്ററി ക്യാമ്പിൽ വരുമ്പോൾ കസ്റ്റമറിനെ കണ്ടുപിടിക്കാൻ പാടാണ്. ഒന്ന് വിളിച്ചാൽ ഫോൺ എടുക്കില്ല, ചിലപ്പോൾ എവിടെയെങ്കിലും നിൽക്കണമായിരിക്കും. അങ്ങനെ 10 മിനിറ്റ് പോകും. ഓക്കെ, അപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് 30 രൂപ 90 പൈസയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 8 കാലമായിട്ടുണ്ട്. വേറെ വിഷയങ്ങളൊന്നുമില്ല. സൂപ്പർ പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊത്തം 4 ഓർഡർ ആയിട്ടുണ്ട് അല്ലേ? ഇനി ഒരു 3 ഓർഡർ എടുത്ത് കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് അടിക്കും. ഓക്കെ, അങ്ങനെ ഐശ്വര്യമായിട്ട് 5ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ശ്രീ ഐശ്വര്യ ഹോട്ടൽ, വഴുതക്കാട്. ഓക്കെ, റീച്ച്ഡ് പിക്കപ്പ് ലൊക്കേഷൻ. റെഡിയായി ബാബ എടുക്കാം. കൊള്ളാമല്ലോ, പെട്ടെന്ന് റെഡിയായല്ലോ. ഒരു റെസ്റ്റോറൻറ്റ് ഒരു ഡിലേ പോയില്ല. പെട്ടെന്ന് റെഡിയാവണം എല്ലായിടത്തും. പറ നിൽക്കണം മിന്നൽ വേഗത്തിൽ. 2355. ഇത് തന്നെ നമ്മൾ ഐറ്റം.
ഓക്കെ ഓർഡർ പിക്കഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ തിരുമലയാണ്. ഇവിടെ കറക്റ്റ് 4.5 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം പൊറോട്ട ആൻഡ് ഗീ റോസ്റ്റ് ആണ്. മണി ഇപ്പോൾ കറക്റ്റ് 8:20 ആയിട്ടുണ്ട്. 8:20 8:30 അപ്പോൾ സമയം വേണം പോക്ക് കണ്ടോ എൻ്റെ അമ്മോ. ഓക്കെ നമ്മളെ കസ്റ്റമർ ലൊക്കേഷത്തിലുണ്ട്. ഇവിടെ പറഞ്ഞത് കറക്റ്റ് ലൊക്കേഷൻ ഇത് തന്നെ, കറക്റ്റ് പോയിന്റ്. ഇപ്പോൾ വണ്ടി അങ്ങോട്ട് പോകില്ല, നമുക്ക് വണ്ടി വെച്ച് നടന്ന് പോകാം. ചെറിയ വഴിയാണ് കേട്ടോ ഇതിനകത്ത്. ഈ മുടുക്ക് തന്നെ ചെറിയ മുടുക്കെന്നാണ് പറഞ്ഞത്. ഇതായിരിക്കും ഈ മുടുക്കിനകത്ത് ലാസ്റ്റ് വീടാ. ഇവിടെ വണ്ടി പോകും കുഴപ്പമില്ല അല്ലേ. ഇതുമല്ല അതായിരിക്കും. ആദ്യം ഹൗസ് നമ്പർ 235. ഹലോ ഹലോ സൊമാറ്റോയാണേ. ഇവിടെ അല്ലേ? അനൂപ്. ഓക്കെ ഓക്കെ ഓർഡർ ഡെലിവേർഡ്. അപ്പോൾ ഇപ്പോൾ കേട്ട ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞത് 50 രൂപ 11 പൈസയാണ്. ഓക്കെ നമുക്ക് അടുത്ത ഓർഡർ അടിച്ചുകൊണ്ട് ഗരം മസാല ഇടപ്പഴഞ്ഞ് അക്സെപ്റ്റ് ഓർഡർ കോഡ് സൂപ്പർ. ഒരിടത്ത് നിന്ന് ഓർഡർ അടിക്കില്ല, പൊക്കോണ്ടിരിക്കണം കണ്ടാ. ഞാൻ അപ്പോൾ അവിടെ നിൽക്കുകയാണ് തിരുമലയിൽ 10 മിനിറ്റ് ഓർഡർ അടിച്ചില്ല. ഓക്കെ നമ്മളിങ്ങനെ ഗരം മസാല എത്തിയിട്ടുണ്ട്. റീച്ച് ലൊക്കേഷൻ റെഡി ആയില്ല, 7 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ റെഡിയായി. ഇപ്പോൾ എടുക്കാം. 2275 ഗാർലിക് ചിക്കൻ ഓർഡർ പിക്കഡ്. ഓക്കെ അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ വട്ടിയൂർക്കാവാണ്. ഇവിടെ കറക്റ്റ് 6.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഗാർലിക് ചിക്കനാണ്. മണി ഇപ്പോൾ കറക്റ്റ് 9 കാലമായിട്ടുണ്ട്. ഓക്കെ കസ്റ്റമർ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റിലാണ് പോകേണ്ടത്. ഇത് ഏത് കോവിലൂടെ മുടിപ്പുരയാണ്, ഏതോ ഒരു കോവിൽ. ഓക്കെ ഇവിടെ നിന്ന് 50 മീറ്റർ ദൂരമേ ഉള്ളൂ. ഇവിടെ എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. ഓക്കെ ഓക്കെ ഇതാ വരും. ഗോകുലല്ലേ? ഓക്കെ ഓക്കെ വെൽക്കം. 6ാമത്തെ ഓർഡർ ഡെലിവറി. ഓക്കെ ഇപ്പോൾ കേട്ട ഓർഡർ പേയ്മെൻറ്റ് പറഞ്ഞാൽ 65 രൂപ 80 പൈസയാണ്. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം വട്ടിയൂർക്കാവ്. ഇതെവിടെ വെള്ളക്കടവാ അതോ സ്ഥലമാണല്ലോ. നമുക്ക് നേരെ വട്ടിയൂർക്കാവ് നേരെ തിരിച്ച് വന്ന വഴി തിരിച്ച് പോവാം. ഒരുപാട് പോകണമല്ലോ, 5 കിലോമീറ്റർ. ശരി ബാ പോയാലേ പറ്റൂ. ഓക്കെ അങ്ങനെ ഐശ്വര്യമായിട്ട് 6ാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട്. ഇൻസെൻറ്റീവ് ഓർഡർ. ഇപ്പോൾ ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകാം. ഇപ്പോൾ ഓർഡർ അടിച്ച് ചിക്കിങ് വെള്ളയാമ്പലത്താണ്. അടുത്ത് തന്നെ ഇവിടെ 1 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ പകൽ ഓടാൻ പോയില്ല, വൈകിട്ട് മാത്രമേ പോയുള്ളൂ. പകൽ വേറെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. വൈകിട്ടെല്ലാം കൂടെ ചേർത്ത് 500 കിട്ടുമായിരിക്കും, നോക്കാം. ഓക്കെ ചിക്കിങ് റീച്ച് ലൊക്കേഷൻ റെഡി ഇല്ല 4 മിനിറ്റ് ആവും. ഓക്കെ റെഡി ആയിട്ടുണ്ട് ഓർഡർ. ബാപ്പ എടുക്കാം. ചിക്കിങ് നല്ല AC റൂം ആയിരിക്കും. AC റൂം അല്ല, AC റെസ്റ്റോറൻറ്റ്. എന്നിട്ട് തണുപ്പല്ല AC അത് കയറിയപ്പോൾ. 6818 തീനെ ഡീൽ കോംബോ 18. ഓക്കെ ഓക്കെ അങ്ങനെ 7ാമത്തെ ഓർഡർ ലാസ്റ്റ് ഓർഡർ പിക്ഡ്. നല്ല പാട്ടില്ലേ? റംഗോലി അഗോലങ്ങൾ നീ പോട്ട. ഇതൊക്കെ പഴയ നോസ്റ്റോളജി ഫീലാണല്ലേ. പണ്ടൊക്കെ നമ്മൾ കോളേജിൽ പഠിക്കും, കോളേജിലൂടെ പഠിച്ച് അല്ലേ, ചുമ്മാ കറങ്ങി നടന്നു. അതൊന്നും പറഞ്ഞ് കാര്യമില്ല. അപ്പോൾ നമ്മൾ പോകുന്ന ലൊക്കേഷൻ തിരുമലയാണ്. ഇവിടുന്ന് കറക്റ്റ് 4.4 കിലോമീറ്റർ ദൂരമുണ്ട്. കൊണ്ടുപോകുന്ന ഐറ്റം ഫ്രൈഡ് ചിക്കൻ ആൻഡ് കോംബോയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 9:45 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓർഡറും കൊടുത്തിട്ട് നേരെ നമുക്ക് വീട്ടിൽ പോകാം. അതിന് മുമ്പായിട്ട് കുറച്ച് സാധനം വാങ്ങിയുണ്ട്, അതൊക്കെ കാണിച്ചു തരാം. അതൊരു കണ്ടല്ലേ. വെള്ളയാമ്പൽ സൈഡൊക്കെ റോഡ് സൂപ്പറാണല്ലേ. ഇതൊക്കെ എത്ര വട്ടം പറഞ്ഞറിയാം, വേറെ ഒന്നും പറയാൻ പറയാം. ആദ്യം ഓഫ് ചെയ്യും ഒന്നും പറയാനൊന്നുമില്ലേ, ഓഫ് ചെയ്യും. റൈറ്റ് എവിടെ കാണാനില്ല. ഇവിടെ ഇരിക്കണം, ഇവിടെ ഒളിച്ചിരിക്കണം. ഒറ്റ ആടി വെച്ച് നോക്കിയോ. ഇൻഡിക്കേറ്റർ വരെയാണ് അവിടെ നിന്ന്, ആളെ കാണാനില്ല. ഉള്ള പട്ടിയാണം നിൽക്കണം, ഒരു കളിച്ച് നിൽക്കുകയാണല്ലോ. ഒന്നും ചെയ്യില്ല. നീ കട്ടയ്ക്ക് പോ. ഇത് എവിടെ പോകണം? ഈ വഴി കയറണ്ടായ സുധീഷ്. പക്ഷേ വേറെ വഴി ഉണ്ടായിരുന്നു, അതൊരു കാര്യം എവിടെയായിരുന്നു. ശരി കുഴപ്പമില്ല ബാ. അയ്യോ പട്ടിയാണ്, ഞാൻ ചാക്കെന്ന് വിചാരിച്ചതാ. ഒരു കാര്യക്കും അത് ഇത്രയും പട്ടികളാ. പക്ഷേ പാവം കേട്ടോ, ഒന്നും ചെയ്യില്ല നമ്മളാ. നീ ഓട് എവിടെ ഓടണം? ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ എൻ്റെ പാട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കണം. കൊച്ചു പട്ടി പാവം. ഓക്കെ ലൊക്കേഷൻ ഇത്രയായിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് ലൊക്കേഷൻ ഓഫ് ദ മാപ്പ് ഓഫ് ദ കറക്റ്റ് ലൊക്കേഷൻ. വല്ല മനസ്സിലായോ? ഇതാണ് കസ്റ്റമർ. അല്ലല്ലോ, അല്ല ചുമ്മാ നിൽക്കണത്, അതൊരു കാര്യമില്ല. അവിടെയാണോ? ഓക്കെ ഇതാ കസ്റ്റമറിൻ്റെ വീട് അവിടെയാണ്. ഇവിടെ അല്ലേ? അനിൽ നായർ. ഓക്കെ വീട് മാറാൻ പാടില്ല, അത്ര തന്നെ. ഓക്കെ ശരി എന്നാൽ. ഓക്കെ ശരി ഓർഡർ ഡെലിവേർഡ്. ഓക്കെ അപ്പോൾ പോകാം. ലാസ്റ്റ് ഓർഡർ എടുത്ത് കഴിച്ചുകൊണ്ട് നല്ല വിശപ്പ് തുടങ്ങി. നേരെ ഇപ്പോൾ വീട്ടിൽ പോയി ആഹാരം കഴിക്കണം. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ 42 രൂപ 95 പൈസയാണ്. മണി ഇപ്പോൾ കറക്റ്റ് 10 മണിയായി. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് ഓഫ്ലൈനിലായി. വേറെ വിഷയങ്ങളൊന്നുമില്ല. ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കാമോൺ ഗായ്സ്, കട്ടക്കി നിൽക്കണം. വാ. ഓക്കെ കുറച്ച് സാധനം വാങ്ങിയാണ്ട്. പാല്, തേങ്ങ, പേസ്റ്റ്, ഉപ്പ്, മുട്ട. അത്രയും ഉണ്ടാ? തേങ്ങ ഉണ്ടാ? ഒരു ചെറിയ തേങ്ങയായിട്ട് മതിയായിരുന്നു. എല്ലാം വലിയ തേങ്ങ അരയ്ക്കണം. ഇത് കൊള്ളുന്നോ? അപ്പോൾ ഒരു തേങ്ങ, പിന്നെ പാലൊന്ന്, ചെറിയ പേസ്റ്റ്, ഉപ്പ്, പിന്നെ 5 മുട്ട, അത്ര തന്നെ. അപ്പോൾ എല്ലാ സാധനമായിട്ടുണ്ട്. 1 2 3 4 5 സാധനമുണ്ട്. 150 54 154 വെയിടാ. ശരി എന്നാൽ. വണ്ടി ലുക്കല്ലേ, ഒരു രക്ഷയില്ല. ഈ ഡയലോഗ് പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഓഫീസിലേക്ക് ദേഷ്യം വരും നമ്മളെ ബൈസണ്ണം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരന് പോയി പറയണത് നല്ലതാണ് അല്ലേ. വണ്ടി കംപ്ലൈൻ്റ് ആവാതെ പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും പണി തരും. ഏടാ ചുമ്മാ പറഞ്ഞ അങ്ങനൊന്നുമില്ല. നമ്മളപ്പം ആൾ പാവമാണ്. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ ഒരു കുഴപ്പമില്ല ഇവിടത്തേക്ക്. അപ്പോൾ പോവാം, വേറെ വിഷയമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി ചാപ്പിട്ട് കിടന്ന് ഉറങ്ങണം. ഓക്കെ നമ്മ വീട്ടിലേക്ക് വന്നാച്ച്. അപ്പോൾ ഇന്നത്തെ കാപ്പി എന്ന് പറയുന്നത്
പിങ്ക് ചപ്പാത്തി ആൻഡ് ഉരുളക്കിഴങ്ങ് കറി. പിങ്ക് ചപ്പാത്തി എന്ന് പറയാൻ കാരണം ഇതിനകത്ത് ബീട്രൂട്ട് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പിന്നെ ജീരകമുണ്ട്, വേറെ ഐറ്റങ്ങളൊക്കെ. അങ്ങനെ ഒരു സ്പെഷ്യൽ ചപ്പാത്തിയാണ് പ്രാവശ്യം വെച്ചേക്കുന്നത്. കഴിക്കാം. കാമോ. ആദ്യം എപ്പോഴും പോലെ വലിയ പീസ് ചപ്പാത്തി ഇങ്ങനെ പിച്ചെടുക്കുക, എടുത്തിട്ട് ഇങ്ങനെ നടുക്ക് വയ്ക്കുക, കുറച്ച് ഉരുളക്കിഴങ്ങ് കറി എടുത്ത് വെച്ചിട്ട് സ്വർഗം ഇപ്പം കാണിച്ചില്ല. ആഴ്ച ചുമ്മാ കഴിച്ചുകൊണ്ടിരിക്കല്ലേ വ്ളോഗ് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് സൂപ്പറാണ്. സോഫ്റ്റായി സംഭവം പൊളി. ഇന്നത്തെ യാണിക്കും പൊളി, ഇന്നത്തെ ഡിന്നറും പൊളി. അപ്പോൾ അത്ര തന്നെ എപ്പോഴും പോലെ പറയാൻ വേറൊന്നുമില്ല. ചപ്പാത്തി കറി സൂപ്പറായിരുന്നു. കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ജീവിതത്തിൽ ഇത്ര വേറൊന്നും പറയാനില്ലല്ലോ. ജോലിക്ക് സമ്പാദിച്ച് കഴിഞ്ഞ് വന്ന് ആഹാരം കഴിച്ചിട്ട് വ്ളോഗ് ചെയ്തിട്ട് പോകേണ്ട തന്നെ. അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെടാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കാം. കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. ഒന്നും തിന്നണം അല്ലെങ്കിൽ പറയണം അല്ലേ, അതൊന്നും ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. വെയിറ്റ്, കാരണം ഒറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടക്ക് ഒരു വീഡിയോ പറ്റി. എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദയവ് ചെയ്ത്. നിങ്ങൾ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ വീഡിയോ റീച്ച് ആവുള്ളൂ. മാക്സിമം ലൈക്ക് ചെയ്യാൻ നോക്കുക, പറ്റുന്നുണ്ടെങ്കിൽ ഷെയർ കൂടി ചെയ്യുക. ഓക്കെ, അത്ര തന്നെ. അപ്പോൾ ലൈഫ് അടിച്ച് പൊളിക്കണം ഗായ്സ്. കമോൺ ഗായ്സ്, കട്ടക്ക് നിൽക്കണം. അത് പറഞ്ഞില്ലേ, കട്ടക്ക് നിൽക്കണം മാത്രം പറയാൻ ബാക്കിയുള്ളൂ. കട്ടക്ക് നിൽക്കണം. വാ വാ വാ.